ഞാനിപ്പോൾ ഇവിടെ വന്ന് കിടന്നിട്ട് 10 മിനിറ്റായി, ഒരു വണ്ടി പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിലുണ്ടല്ലോ എല്ലാവരും കൂടെ മുഖ്യമന്ത്രിനെയും പ്രധാനമന്ത്രിനെയും തെറിയും പറഞ്ഞ്. ഇതാണ് അപ്പം, മുട്ടയിട്ട ഹോപ്പേഴ്സ്. പെട്ട് പോരാ. ഒരു പോലീസുകാരൻ എന്നെ കയറ്റി പെട്രോൾ തരാമെന്ന് പറഞ്ഞു. കിട്ടിട്ടോ, കിട്ടി. ഓട്ടോ ഓടിക്കാൻ പഠിച്ചു എന്നുള്ളതാണ് ഇത്രയും ദിവസം കൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യം. റിയലി നൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ചിക്കൻ കറി, ചമ്മന്തി, പിന്നെ മറ്റേ സാധനം. I was planning to go to Jaffna, but no petrol, so no going. Today? Not today. Yesterday also I came here. From today I was planning to go to Jaffna, but no petrol. What to do? We can't do anything, right? Here, petrol. A small shop they sell petrol? Yeah. You ask people. Oh, which shop? Where? Junction. Junction. Left side. Okay. Okay. No, it's okay. Thank you. Yeah, bye. Bye. Okay, I will ask. ഇവിടെ ബ്ലാക്കിന് പെട്രോൾ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. കുറച്ച് വല്ലതും കിട്ടാണ് വാങ്ങിക്കാം. പിന്നെ ഇവിടെ ഉള്ള സംഭവം സിഗിരിയ ഫോർട്ടാണ്. സിഗിരിയ ഫോർട്ട് ഞാൻ പോയതാണ്. അപ്പോൾ ഇന്നിനിപ്പോൾ എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല. പെട്രോൾ കിട്ടിയില്ലെങ്കിൽ നമുക്ക് എവിടെ പോക്ക് കണക്കില്ല. 2 ഘട്ട പെട്രോളേ ഉള്ളൂ ഇനി. സിഗിരിയ ഫോർട്ട് ഞാൻ ഓൾറെഡി പോയതാണ്. പിന്നെ ഇവിടെ കാണാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഇതുപോലെ കുറേ കാളവണ്ടിയിൽ വില്ലേജ് ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് സായിപ്പന്മാരെ പറ്റിക്കുന്ന പരിപാടിയുണ്ട്. അതിൽ ഈ കാളവണ്ടിയിൽ ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ ചുറ്റിക്കറക്കിക്കൊണ്ടുവന്ന് ഉള്ള കുറച്ച് പരിപാടിയാണ്. അത് ഭയങ്കര ടൂറിസ്റ്റിയാണ്. എനിക്കത് ചെയ്യാൻ വലിയ താല്പര്യമില്ല. സോ നോക്കാം എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. എന്തായാലും എനിക്ക് 2-3 ദിവസം കൂടെ ഇവിടെ ശ്രീലങ്കയിൽ നിന്നേ പറ്റുള്ളൂ. ഞാൻ നാട്ടിലേക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അത് മാറ്റാനൊന്നും പറ്റത്തില്ല. അത് മാത്രമല്ല ഇവിടെ നിൽക്കണം. അത് നിന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ആ ഹോം സ്റ്റേയിൽ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. നമുക്കിനി ഫ്യൂവൽ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് ചുറ്റിക്കറങ്ങിപ്പോം. ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും റൂം എടുക്കാം, എന്നിട്ട് ഇവിടെ നിൽക്കാം. ഇവിടെ പിന്നെ വലിയ റേറ്റ് ഒന്നുമില്ല. 10,000-2,000 രൂപയ്ക്ക് നമുക്ക് റൂമൊക്കെ കിട്ടും. അപ്പോൾ ലെറ്റ്സ് സീ. ഫുഡ് മാത്രമാണ് കുറച്ച്. ഫുഡും വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. എല്ലാ ടൈപ്പ് ആൾക്കാരെ കേറ്റർ ചെയ്യുന്ന രീതിയിലാണ് ശ്രീലങ്ക മൊത്തത്തിൽ. നമുക്കൊരു 2,000 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തത്തിൽ വേണേൽ കഴിച്ചു കൂട്ടാം. 10,000 ഉണ്ടെങ്കിലും കഴിച്ചു കൂട്ടാം. എത്ര ഉണ്ടെങ്കിലും കഴിച്ചു കൂട്ടാം. സോ ഇറ്റ്സ് ആക്ച്വലി ദാറ്റ് വേ. അതാണ് സംഭവം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ സിഗിരിയ മെയിൻ ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ലെറ്റ്സ് സീ. ഞാനിപ്പോൾ ആ സിഗിരിയ റോക്ക്, ആ പുറകെ കാണുന്നതാണ് സിഗിരിയ പാറ, ലയൺ റോക്ക്. ആ സിഗിരിയ റോക്കിൻ്റെ ചുറ്റിനൂടെ ജസ്റ്റ് ഒരു അവിടുത്തെ മൺ റോഡിലൂടെ ഒരു ഡ്രൈവ് വന്നതാണ്. കാരണം ഇവിടെ വന്നിട്ട് സിഗിരിയ റോക്ക് കാണാതെ പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 ഘട്ട തീരുന്നതിന് മുമ്പ് വേറെ എവിടെയെങ്കിലും പെട്രോൾ കിട്ടുമോ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി റിട്ടേൺ ചെയ്യണം. അത് അവരിവിടെ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്യാം എന്നാണ് ഞാൻ ഇന്നലെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. നോക്കണം എന്താണെന്നുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നടക്കാനുണ്ട്. നടപ്പ് തെറിക്കുന്നൊരു സ്ഥലമാണിത്. ഇതിലൂടെയൊക്കെ വണ്ടി കയറ്റി വിടുന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വണ്ടി കൊണ്ട് വന്നു, ആരും എന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തൊന്നുമില്ല. ഇത് മൺ റോഡാണ്. ഇതൊക്കെ ശരിക്കും ഈ വാട്ടർ ബോഡിയുടെ ഔട്ടറിലുള്ള ഒരു കിടില സംഭവമാണ്. ഇത് ഭയങ്കര രസമാണ് ഈ സ്ഥലം. ഭയങ്കര രസമുള്ള സ്ഥലമാണ് ഇത്. ഞങ്ങളുടെ പഴയ വീഡിയോസ് ഉണ്ട്, നോക്കിയാൽ മതി. ഞാനും അബിയും കൂടെ വന്ന് ഇതിൻ്റെ മേളിൽ വലിഞ്ഞ് കയറിയിട്ടുണ്ട്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. പക്ഷേ കുറച്ച് ചലഞ്ചിങ്ങാണ്. രാവിലെ വന്ന് കയറണം. പകല് ചൂടത്ത് ഭയങ്കര പാടാണ്. ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു മരത്തിൻ്റെ കീഴെ വന്നിരിക്കുകയാണ്. ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി. വേറൊന്നും ചെയ്യാനില്ല. എന്ത് ചെയ്യാനാ, വണ്ടി കൊണ്ട് ഇവിടെ പോകാൻ പറ്റില്ല, എങ്ങും പോകാൻ പറ്റില്ല. നല്ലൊരു റെസ്റ്റോറൻറ്റ് ഇവിടെ. ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടെ ചൈനക്കാരും കൊറിയൻസും ഫോറിനേഴ്സും പിന്നെ വെള്ളക്കാരും അവരെല്ലാവരും ഉണ്ട്. ഇത് വലിയ റെസ്റ്റോറൻറ്റ് കേട്ടോ. അങ്ങ് പുറകെ വരെയുണ്ട്. ഗംഭീര റെസ്റ്റോറൻറ്റാണ്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. അപ്പോൾ ഞാൻ അപ്പം പറഞ്ഞിട്ടുണ്ട്. അപ്പം ശ്രീലങ്കൻ ഹോപ്പേഴ്സും പിന്നെ ഫിഷ് കറിയും കൂടെ പറഞ്ഞു. അത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, ഇതാണ് എൻ്റെ ഭക്ഷണം. ഇതാണ് അപ്പം, ഹോപ്പേഴ്സ്. ഇത് മുട്ടയിട്ട ഹോപ്പേഴ്സ് അല്ലേ, മുട്ടയിട്ട് കൊണ്ട് തന്നിട്ട്. ഇത് നമ്മുടെ കള്ളപ്പം പോലത്തെ സാധനമാണ്, പക്ഷേ കള്ളെടുത്തില്ല എന്ന് തോന്നുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ ഫിഷ് കറിയാണ് തന്നിരിക്കുന്നത്. ഫിഷ് കറി, പിന്നെ പരിപ്പ്. ഇത് എന്തോ സാമ്പല, സോൻ സാമ്പലോ അങ്ങനെ എന്തോ പറഞ്ഞ് എന്തൊരു സാധനം. അത് എല്ലാം ടൂറിസ്റ്റ് ചെയ്യാം. സവാള വയറ്റി വെച്ചിരിക്കുന്നത്. പെട്ട് പോരാ, നോട്ട് ഗുഡ് ആസ് എക്സ്പെക്റ്റഡ്. എന്താ വാടി നിനക്ക് എൻ്റെ ക്യാമറ വേണോ നിനക്ക്? എൻ്റെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും മണം പിടിച്ച് വരുവാ മീനിൻ്റെ അല്ലേ. എൻ്റെ കൈ മണക്കുന്നുണ്ടോ നോക്ക്. കണ്ടോ
മീനിൻ്റെ മണം നക്കരുത്. ഓ, ഇനി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലേ. എൻ്റെ ഇല്ല, തീർന്നു. എനിക്ക് വിശന്നിരിക്കുകയായിരുന്നു, ഞാൻ കഴിച്ച്. സോറി, കണ്ണ് തുറക്കുന്നില്ല അവളുടെ. മണം പിടിച്ചിരിക്കുക അവിടെ. Hoppers was good. I liked it. Yeah, it was nice. So can you give me the bill? Yeah. And is there any place where they sell petrol here? I need some petrol for my tuk-tuk. I don't know they have. But Which shop? Which shop? 200 meters away. Left side or right side? Left side. Vegetable soup. Ah, okay. You can ask them. They have petrol. Ah, okay. Yes. Okay. Tamil or Hindi? Malayalam. Malayalam. Are you Tamil? No. No. Sinhala. Sinhala. ഓക്കെ. ആന പോകുന്നു ഗൈസ്. ഇവിടെ ഇഷ്ടംപോലെ ആനകളുണ്ട്. നാട്ടാനയും കാട്ടാനയും അങ്ങനെ തുടങ്ങിയ ആനകൾ മാത്രമേ ഉള്ളൂ ഈ ഏരിയയിൽ. ഇഷ്ടംപോലെ ആനകളാണ്, കണ്ടില്ലേ? എന്തോരം ആനകളാണെന്ന് അറിയോ ശ്രീലങ്കയിൽ. എനിക്കും നമ്മുടെ കേരളത്തിലുള്ളതിനെക്കാട്ടി കൂടുതൽ ആനകൾ ഇവിടെ ശ്രീലങ്കയിലുണ്ട്. ഭയങ്കര ആനകളാണ്. ഞാനേ എന്തായാലും എൻ്റെ പോക്ക് പരിപാടികളെല്ലാം ഞാൻ ഒതുക്കി ക്യാൻസൽ ചെയ്തു. ഇനി നടക്കൂല ഇവിടെ ഇതാ അവസ്ഥ എന്നുണ്ടെങ്കിൽ. ഇറ്റ്സ് ഡിഫിക്കൽട്ട്. സോ ഞാൻ ഇപ്പം അടുത്തൊരു പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ പോയി നോക്കാൻ പോവാണ്. പെട്രോൾ കിട്ടിയാൽ നമുക്ക് തിരിച്ച് പോകാം. അല്ലാണ്ട് ഇപ്പം എന്നാ ചെയ്യാം, ഇങ്ങോട്ടേലും പോകണം. ഇങ്ങോട്ടേലും പക്ഷേ എങ്ങോട്ടും പറ്റില്ല. പെട്രോൾ കിട്ടിയാൽ നമുക്ക് തിരിച്ച് ഇവിടെ പോകണം. അവിടെ പോകണം. ഇവിടെ എവിടെയോ ഒരു സ്ഥലത്ത് ബ്ലാക്കിൽ കിട്ടുമെന്ന് അവനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നോക്കട്ടെ, അവിടെ ഒന്നും കാണുന്നില്ല. ഇപ്പം ഈ പ്രശ്നം ആയതുകൊണ്ട് നമ്മൊരു ബ്ലാക്കിനിട്ട് തരത്തുമില്ല. അതാണ് ഈ പ്രശ്നം. ബ്രദർ, എനി പ്ലേസ് ടു ഗെറ്റ് പെട്രോൾ? 9 kilometers. Okay. Then right side. Right side. Is that open? They have a two buses. Take it. Drive now. Riding now. Like a Dabula candy. Yeah, I'm going to watch Dabula. They drive on the way. Okay. They have a lot of. Okay. Thank you. പോയി നോക്കാം. പെട്രോൾ കിട്ടിയില്ല. എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് വണ്ടി തിരിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു. വണ്ടി തിരിച്ചു കൊടുത്തിട്ട് ബസ്സിന് കയറി പോവുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാൻ. ഇപ്പം ഞാൻ ലാസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. ഇവിടെ അടുത്ത് 2 പമ്പുണ്ട്. അവിടെ പോയിട്ട് പെട്രോൾ കിട്ടുമോ നോക്കും. പെട്രോൾ കിട്ടിയാൽ ഞാൻ ഐ എം ഗോയിങ് ബാക്ക് ടു കൊളംബോ. മതിയായി, റിസ്ക്കാണ്. ഇനി ഈ സമയത്ത് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഫർദർ മുന്നോട്ട് പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പാടാം. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 2 മണിയായി. പെട്ടെന്നെടുത്ത ഡിസിഷൻ. എന്തായാലും നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ തിരിച്ച് നാട്ടിൽ പോകണം. സോ ദോസ് ഗോയിങ് ടു കൊളംബോ. എന്തോ സംതിങ് നമ്മളെ മനസ്സിൽ, നമ്മൾ യാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു സംഭവം മനസ്സ് വേണ്ട, ഇനി മുന്നോട്ട് പോകണ്ട എന്ന് പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അവിടെ ബാക്ക് ചെയ്യാന്നാണ് ഏറ്റവും നല്ലത്. മുന്നോട്ട് പോകണ്ടെന്ന് മനസ്സ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. അത് പണിയുള്ള അനുഭവമുള്ള. ഇവിടെ പെട്രോൾ ഉണ്ട്, പക്ഷെ ഭയങ്കര ക്യൂ ആണ്. ഭയങ്കര ക്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്യൂ ആണ്. പെട്രോൾ ഒരു വൺ ഷോ ആണ് കേട്ടോ. വൺ ഷോ എന്ന് പറഞ്ഞാലേ, ഞാനിപ്പോൾ ഇവിടെ വന്ന് കിടന്നിട്ട് 10 മിനിറ്റായി. ഒരു വണ്ടി പോലും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. 10 മിനിറ്റാണ് അവിടെ കിടക്കുക. എന്തൊരവസ്ഥയായിരിക്കും ശരിക്കും. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിലുണ്ടല്ലോ, സർക്കാരിനിട്ട് പണിയും എല്ലാവരും കൂടെ മുഖ്യമന്ത്രിനെയും പ്രധാനമന്ത്രിനെയും തെറിയും പറഞ്ഞ് ഫുള്ള് കച്ചറയും വിഷയം ബഹളം ആവില്ലേ? ഒന്ന് ആലോചിക്കുക. നമ്മുടെ നാട്ടിലിപ്പം എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാം. ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. അവിടെ ക്ഷാമം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 2023 ഇവർക്ക് ഇതേപോലൊരു സംഭവം സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല ഗൈസ്. ഞാൻ എന്തായാലും അവിടെ അധികം നേരം നിന്ന് സമയം കളയുന്നില്ല, കാരണം അവിടെ ക്യൂ നീങ്ങുന്നില്ല. ഇനിയിപ്പോൾ ഇതിലും വലിയ ക്യൂ നമുക്ക് മുമ്പിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ലൈക്ക് ഐ എം ഗോയിങ് ടുവാർഡ്സ് നിഗംബോ, നമ്മുടെ എയർപോർട്ടൊക്കെ ഉള്ള ഭാഗത്തേക്ക് പോവാണ്. അവിടെ പോയിട്ട് ഈ വണ്ടി തിരിച്ചു കൊടുക്കണം. എനിക്കിതിപ്പോൾ 2 ഘട്ടമാണ് ഇതിൽ ബാക്കിയുള്ളത്. 2 ഘട്ടത്തിൽ ഞാൻ എന്തായാലും എത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. ഇടയ്ക്ക് എവിടെ നിന്നെങ്കിലും നമുക്ക് പെട്രോൾ കിട്ടണം. ഇനി അഥവാ പെട്രോൾ കിട്ടിയില്ലെങ്കിൽ അവിടെ ഞാൻ കിടന്നുറങ്ങും. അതാണ് പ്ലാൻ. എന്തായാലും ലെറ്റ്സ് സീ, വരുന്ന വഴി വെച്ച് കാണാം. വന്നപ്പോൾ ഒരു പോലീസുകാരൻ എന്നെ കയറ്റി പെട്രോൾ തരാമെന്ന് പറഞ്ഞു, ക്യൂ നിൽക്കാതെ. വാവ്, അത് വലിയ പ്രിവിലേജ് ആയിട്ട് പോലീസുകാർക്ക്, അതായത് മറ്റേ ടൂറിസ്റ്റ് ആയതുകൊണ്ട് കിട്ടിയ പ്രിവിലേജ് ആണ് ഗൈസ്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ടൂറിസ്റ്റുകൾക്ക് ക്യൂ നിൽക്കാതെ അവർ പെട്രോൾ റെഡിയാക്കി തരുമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനും നോക്കിയത്. അപ്പോൾ നമുക്ക് ടൂറിസ്റ്റ് ആണെന്ന് പറഞ്ഞൊരു ഫീൽ കിട്ടാൻ വേണ്ടി നമ്മളെ കണ്ട ടൂറിസ്റ്റ് ആണെന്ന് പറയണ്ടേ. കഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഭാഗ്യം ഒരു എത്ര ആൾക്കാർ ക്യൂ നിൽക്കുന്നതെന്നറിയോ?
എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ആ പോലീസുകാരനോട് പറഞ്ഞോണ്ടാക്കാര്യം. കിട്ടിട്ടോ, കിട്ടി. ഇതെല്ലാം നിറയാത്തെ, നിറഞ്ഞ് കാണാത്ത എന്താ അടിച്ചെന്നാ പാടത്തെ, കാണുന്നില്ല, വരുമായിരിക്കും. ഓ അങ്ങനെ കിട്ടി കേട്ടോ. ഞാന് എന്തോ എന്റെ ഭാഗ്യത്തിന് ഞാൻ അതിലൂടെ വന്നപ്പം പോലീസുകാരനാണ്. ഞാൻ പോലീസുകാരനോട് ഒട്ട കളിക്കണം, അത്രേ ഉള്ളൂ. പോലീസുകാരോട് ചോദിച്ചു പെട്രോൾ കിട്ടുമോ സാർ, ഇംഗ്ലീഷില്. നേരം കം ഗോ എന്ന് പറഞ്ഞു, വി ഗോ ഇൻസൈഡ് എന്ന് പറഞ്ഞു. അതായത് നമ്മളെ കണ്ട ഫോറിനേഴ്സ് ആയിട്ട് തോന്നാത്തതുകൊണ്ടാണ് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ടുക് റെന്റലിന്റെ ഗ്രൂപ്പിലെല്ലാം ഞാൻ കണ്ടത്, അവരുടെ ഫോറം ഉണ്ട്, അതിനകത്തെല്ലാം ഞാൻ കണ്ടതാണ്. അതായത് ഇവിടെ പല ആൾക്കാർ ഈ വെള്ളക്കാരാണല്ലോ ഇവര് വന്ന് ടുക് റെന്റലെടുത്തിട്ട് കറങ്ങുന്നത്. അവർ പമ്പിലൊക്കെ പോകുമ്പോഴത്തേക്കിനും അവിടെ നിൽക്കുന്ന പോലീസുകാർ അവരെ വിളിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ ക്യൂ നിൽക്കരുത്, ടൂറിസ്റ്റുകൾ ക്യൂ നിൽക്കരുത് എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ വന്ന് ഞാൻ ആ പോലീസുകാരനോട് ചോദിച്ചു, ചേട്ടാ പെട്രോൾ കിട്ടുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പറഞ്ഞു, കയറി മോനെ അങ്ങോട്ട് പൊക്കോ, ലൈക്ക് യു വിൽ ഗെറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കൈ കാണിക്കുന്ന ആൾക്കാരൊക്കെ ഓട്ടമില്ലേ. അപ്പോൾ അങ്ങനെ പെട്രോൾ കിട്ടി ഫൈനലി. അന്നേരം വലിയ കാര്യമായി പോയി. ഇനിയിപ്പോൾ നമുക്കൊരു 170-180 കിലോമീറ്റർ നമ്മൾ ഈസി ആയിട്ട് ഓടും. ഞാൻ കഴിഞ്ഞ ദിവസം കൊളംബോയിൽ വെച്ചിട്ട് ഞാൻ ഈ വണ്ടി റെൻ്റെടുത്ത ആൾക്കാരോട് ചോദിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത്. എനിക്ക് ജാഫ്ന പോകാനാണ് പ്ലാൻ, എൻ്റെ സ്ഥലങ്ങളിൽ പോകാൻ പ്ലാനുണ്ട്. എനിക്കിനി 5-6 ദിവസം കൂടെ ഇവിടെ ബാക്കിയുണ്ട്. ഞാൻ ഈ വണ്ടി റെൻറ്റിനെടുത്തിട്ട്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, പൊയ്ക്കോ, നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ റൂള്? QR കോഡ് വെച്ച് 15 ലിറ്ററേ കിട്ടുള്ളൂ. പിന്നെ QR കോഡ് വെച്ച് 15 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ QR കോഡില്ല. ഇപ്പോൾ എനിക്ക് QR കോഡ് ഇല്ലാന്ന് അവർ പെട്രോൾ വന്നത്. QR കോഡൊന്നും ചോദിച്ചില്ല എന്നോട്, ഫോറിനർ ആയതുകൊണ്ട്. അപ്പോൾ അത് എല്ലായിടത്തും വർക്കൗട്ട് ആയെന്ന് വരില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ പമ്പ് ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ പമ്പ് ക്ലോസ്ഡ് ആണെങ്കിലോ? പമ്പ് പലയിടത്ത് ഞാൻ ഇന്നലെയൊക്കെ നോക്കിയപ്പോൾ 2-3 പമ്പുകൾ നോക്കിയതെല്ലാം ക്ലോസ്ഡാണ്, പൂട്ടിക്കിടക്കാം, ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ പോയി പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും? ലൈക്ക് ശരിക്കും ഭയങ്കര ഒരു എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയധികം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തായിരിക്കും ആ രാജ്യത്തെ അഫക്റ്റ് ചെയ്യുക ഭയങ്കരമായിട്ടല്ലേ? ഇവരേറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് പണ്ട് ഇവിടെ ഒരു തീവ്രവാദ ആക്രമണം നടന്നത് നിങ്ങൾ ഓർമ്മയുണ്ടോ? പള്ളിയിൽ, കൊളംബോയിൽ. അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇവിടുത്തെ ടൂറിസം അടിച്ച് താന്നായിരുന്നു, ഭയങ്കരമായിട്ട്. പിന്നീട് കയറി വന്നത് കോവിഡിൻ്റെ സമയത്ത് ഒതുങ്ങി. അതിനുശേഷം പിന്നെ മറ്റേ ഇവിടെ സാമ്പത്തിക മാന്ദ്യവും പ്രശ്നങ്ങളും അട്ടിമറിയൊക്കെ വന്നല്ലോ, ആ സമയത്ത് വീണ്ടും പ്രശ്നമായി. പിന്നീട് ഇത് പിന്നെ ഒരു താൽക്കാലിക പ്രശ്നമായിരിക്കുമെന്ന് നമുക്ക് അനുമാനിക്കാം, ശരിയാവുമെന്ന് വിചാരിക്കാം. എന്തായാലും ഇത്രയും ആയിട്ട് ഈ രാജ്യത്ത് എത്ര ടൂറിസ്റ്റുകളാണ് വരുന്നത് നിങ്ങൾക്ക് അറിയുമോ? നിങ്ങളൊരു കണക്കെടുത്ത് നോക്ക്. നമ്മുടെ കേരള ടൂറിസമൊക്കെ കണ്ട് പഠിക്കണം ഇവിടുത്തെ ടൂറിസം. ഇവിടെ ആളുകളെ എങ്ങനെയാണ് ടൂറിസ്റ്റുകളെ ഇവിടുത്തെ ആൾക്കാർ ഡീൽ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. എത്ര ടൂറിസ്റ്റുകളാണെന്നറിയോ? എത്ര രാജ്യത്ത് നിന്ന്, എത്ര ചൈനക്കാർ കേരളത്തിൽ വരുന്നു, പോട്ട് ഇന്ത്യ വരുന്നു. എത്ര റഷ്യൻസ് കേരളത്തിൽ വരുന്നു, പോട്ട് ഇന്ത്യ വരുന്നു. അതേപോലെ എത്ര കൊറിയൻസ് വരുന്നു. പിന്നെ കുറച്ച് എന്താ പറയുക, ഫോറിനേഴ്സ് വരുന്നുണ്ട്. വളരെ കുറച്ച് ബാക്ക് പാക്കേഴ്സും വരുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക്. വരുന്നവർ പണ്ടൊക്കെ ഭയങ്കരമായിട്ട് ആൾക്കാർ വന്നിരുന്നു. ഇതിൻ്റെ കറക്റ്റ് ഇൻ്റർനാഷണൽ ടൂറിസം ടൂറൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇതിൻ്റെ കറക്റ്റ് കണക്ക് അറിയാൻ പറ്റും, മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് വെറുതെ അല്ല. നമ്മൾ എത്ര പേരെ കാണുന്നു, നമ്മളിവിടെ എത്ര പേരെ കാണുന്നു, ഇത് അതിൻ്റെയൊക്കെ വസ്തുതകൾ എടുക്കേണ്ടതാണ്. എല്ലാവരും കൈ കാണിക്കണം ഗൈസ്. നോ ലിഫ്റ്റ് ഞാൻ ആർക്കെങ്കിലുമൊക്കെ ലിഫ്റ്റ് കൊടുക്കാൻ പോവാം. ദുരിതം എന്ന് പറഞ്ഞാൽ ദുരിതം അനുഭവിക്കാൻ ഇനി ശ്രീലങ്കൻ ജനതയുടെ ജീവിതം ബാക്കി ഗൈസ്. എന്തൊരവസ്ഥ. ബസ്സുകൾ വരെ ഇവിടെ വന്ന് ക്യൂ അടക്കുക, അത് അടഞ്ഞു കിടക്കുക പമ്പ്. അവിടെ ഇങ്ങനെ ഇറക്കുക, അങ്ങനെ എന്താ പരിപാടിയാണെന്ന് തോന്നുന്നു. എന്തൊരവസ്ഥയല്ലേ, പറയണ്ട. കഷ്ടകാലം ഒന്നും പറയണ്ട. ഇതൊക്കെ നമ്മുടെ യുദ്ധം കാരണം സംഭവിക്കുന്നതാണ്. ഏതൊക്കെ എന്നാലോചിച്ചേക്ക്, ഒരു ബന്ധവുമില്ലാത്തൊരു രാജ്യമല്ലേ യുദ്ധവുമായിട്ട്. നമ്മളൊക്കെ സ്ട്രഗിൾ ചെയ്യല്ലേ, ഇന്ത്യയിലും എവിടെയും അവിടെ ഇവിടെ എല്ലാം. യുദ്ധവുമായിട്ടൊരു ബന്ധമില്ലെങ്കിലും നമ്മളെല്ലാം സ്ട്രഗിൾ ചെയ്യല്ലേ. എന്തൊരവസ്ഥയല്ലേ. ഇതിനെല്ലാം കാരണം യുദ്ധം നടത്തുന്ന ടീംസാണ്. ഇത് കണ്ടോ, നമ്മളെ പഴയ ടിപ്പർ ലോറി ഇല്ലേ, അതേപോലത്തെ സാധനം. അപ്പോൾ ഒബ്ജക്ട്സ് ഓൺ
റോഡ് ഇവിടെ ശരിക്കും ഉണ്ടല്ലോ, ആൾക്കാർ ഗൂഗിൾ മാപ്പ് ഭയങ്കരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. റോഡിൽ ഇഷ്ടം പോലെ പോലീസുകാരുണ്ട്, അതായത് മുക്കിലും മൂലിക്കെല്ലാം പോലീസ് ചെക്കിംഗ് ഉണ്ട്. അതൊക്കെ ഇതിനകത്ത് വരും. പോലീസ് ഓൺ ദ റോഡ്, പോലീസ് ഓൺ ദ റോഡ് എന്നാണ് പറഞ്ഞുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ആൾക്കാർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഏകദേശം നിഗംബോ എത്താറായി. അപ്പോൾ എൻ്റെ പരിപാടി എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് തന്നെ എൻ്റെ വണ്ടി റിട്ടേൺ ചെയ്യുകയാണ്. മതി. നമ്മൾ കൊളംബോ എത്തുന്തോറും ഈ തിരക്കും ക്യൂവും ഇന്ധനം അടിക്കാനുള്ള സംഭവങ്ങളെല്ലാം കൂടി വരും. എൻ്റെ പൊന്നോ, എനിക്ക് സിറ്റി എത്തുമ്പോഴും അവസ്ഥ എന്താണെന്ന് നോക്കിയാൽ എല്ലായിടത്തും ഇത് തന്നെ അവസ്ഥ. പക്ഷെ എല്ലാവരും അച്ചടക്കത്തോടെ നിൽക്കുന്നത്. ഈ ബൈക്കൊക്കെ നിൽക്കുന്ന കണ്ടില്ല, ബൈക്കാരൊക്കെ നിൽക്കുന്ന കണ്ടില്ല, എല്ലാവരും വളരെ അച്ചടക്കത്തോടെ. വേറെ വഴിയില്ല, എന്നേ പറ്റുള്ളൂ. ഇത്രയും ദിവസം കൊണ്ട് ഞാൻ ഒരു കാര്യം, ഓട്ടോ ഓടിക്കാൻ പഠിച്ചു. ഓട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല എക്സ്പേർട്ടായി എന്നുള്ളതാണ് ഇത്രയും ദിവസം കൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യം. പിന്നെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ആൾക്കാർ എത്ര മനോഹരമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അറിയാമോ. ലൈക്ക് ഒരു ലൈൻ ഡിസിപ്ലിൻ പാലിക്കും, ഓവർടേക്ക് ചെയ്യുമ്പോൾ സിഗ്നൽ ഇടും, പിന്നെ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കും. ഡിഫെൻസീവ് ഡ്രൈവിംഗ് ആണ്. കുറച്ചെങ്കിലും മോശമായിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും. ഇവിടെ ഉള്ളവർ ഇത്ര അടിപൊളിയായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. എല്ലാവരും, ബൈക്കാണെങ്കിലും ബസ്സാണെങ്കിലും. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്കങ്ങനെ ബാഡ് ഡ്രൈവിംഗ് ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ റോഡാണെങ്കിലും അത്യാവശ്യം മോശമില്ലാത്ത, തരക്കേടില്ലാത്ത റോഡുകളൊക്കെ തന്നെയാണ് എല്ലായിടത്തും. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ ഓവറോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തൊഴിൽ പഠിച്ചു ഞാൻ ഇതുകൊണ്ട് എന്നാണ് പറയേണ്ടത്. സിമ്പിളായിട്ട് എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ്. ഞാൻ പ്രതീക്ഷിച്ച സ്ഥലങ്ങളൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും റിയലി ഗോട്ട് ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കുറേ അനുഭവങ്ങൾ, കുറേ കാഴ്ചകൾ, കുറേ പാഠങ്ങൾ. റിയലി എൻ്റെ കംഫർട്ട് സോണിൽ നിന്നൊക്കെ പുറത്ത് കടന്നിട്ടാണ് ഈ ഒരു സീരീസ് ചെയ്തത്. റിയലി നൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ഞാൻ ഈ വണ്ടി 1100 കിലോമീറ്റർ ഓടിച്ചു കൊളംബോയിലല്ല, എൻ്റെ ശ്രീലങ്കയിൽ 1100 കിലോമീറ്റർ ഞാൻ ഈ ഓട്ടോ ഓടിച്ചു. ഈ വണ്ടി സിഗിരിയിൽ കൊടുക്കണമെങ്കിൽ $50 എക്സ്ട്രാ വേണമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഞാനോർത്ത് ഫ്യൂല് കിട്ടുകയാണെങ്കിൽ എന്നാൽ പിന്നെ ഡ്രൈവ് ചെയ്ത് തിരിച്ച് കൊളംബോയിൽ വരാമെന്ന് വിചാരിച്ചത്. നമ്മുടെ എയർപോർട്ടിൻ്റെ റൺവേ ആണ് ഈ കാണുന്നത്. കേട്ടോ, എയർപോർട്ടിൻ്റെ നെഗംബോ എയർപോർട്ടിൻ്റെ റൺവേ ആണ് ഈ കാണുന്നത്. ഇതിലൂടെയാണ് വന്ന് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു എയർപോർട്ടിൻ്റെ എൻഡാണ് ഈ കാണുന്നത്. ഭയങ്കര രസമാണ്. നൈസ്. അപ്പോൾ ഞാനങ്ങനെ തിരിച്ച് നെഗംബോ വന്നു. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ, 4 മണിക്കൂറിനടുത്ത് ഓടേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ഇവരുടെ ടുക് റെൻ്റലിൻ്റെ ഓഫീസിൽ വണ്ടി തിരിച്ച് കൊടുത്തിട്ട് ഇവിടെ നിന്ന് നമുക്ക് ടാക്സി എടുത്ത് കൊളംബോയിൽ പോയി. കൊളംബോയിലാണ് നിൽക്കുന്നത്. ഇനി ഞാൻ ഇന്ന് 1, 2, 3, 4 രാത്രി ഞാനിവിടെ ശ്രീലങ്കയിൽ ഇനിയുണ്ട്. 4 രാത്രി. അങ്ങനെ ബാക്ക് ടു ടുക് റെൻ്റൽ ഗൈസ്. ടുക് റെൻ്റൽ. ഹായ്, ഐ ആം റിട്ടേണിംഗ് ദ വെഹിക്കിൾ. Thank you. I'm returning it early because I'm not getting the fuel. So really? Yeah, so I thought I'll drop it. Like I have 4 more days left. Really? Yeah. Okay, sorry for that. No, it's okay. It happens. It's happened, yeah. How's the journey? It's good. Good. Yeah. I'm from India. India, yeah. Yeah. Hello guys, അങ്ങനെ നമ്മൾ ശ്രീലങ്കൻ യാത്ര കഴിഞ്ഞ് നമ്മൾ നാട്ടിൽ പോകാൻ പോവാണ്. അപ്പോൾ രാവിലെ സമയം 5:15. ഇവിടുന്ന് 8 മണിക്കാണ് എൻ്റെ ഫ്ലൈറ്റ്. ഇവിടെ നിന്ന് 1 മണിക്കൂർ യാത്രയുണ്ട് എയർപോർട്ടിലേക്ക്. 1 മണിക്കൂർ, ഒരു 45 മിനിറ്റ്സ് യാത്രയുണ്ട് എയർപോർട്ടിലേക്ക്. സോ നമുക്ക് നമ്മുടെ ടാക്സി താഴെ വന്ന് നിൽപ്പുണ്ട്. ഈ ഊബറിനകത്ത് നമുക്ക് മറ്റേ ടാക്സി ഇന്നലെ പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. പ്രീ ബുക്ക് ചെയ്തിട്ട് ഞാൻ 5:15 ഒരു പിക്കപ്പ് പറഞ്ഞേക്കണം. വണ്ടി ഓൾറെഡി താഴെ വന്നിട്ടുണ്ട്. സോ നമുക്ക് ലെറ്റ്സ് ഗോ. നാട്ടിൽ പോലെ ഇനി ഫുൾ നമ്മളെ പരിപാടികളെല്ലാം നാട്ടിൽ തന്നെ. സോ വിദേശ യാത്രകൾക്ക് താൽക്കാലിക വിരാമം നൽകി സുജിത് ഭക്തൻ നാട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. ഹായ്, ഗുഡ് മോർണിംഗ്. Yeah, I'm checking out. How is it? Yeah, it's good. അങ്ങനെ നമ്മളെത്തി കൊളംബോ ബന്ദാരനായിക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ എയർപോർട്ടിനകത്ത് പോകാനായിട്ട് ടിക്കറ്റ് കാണിക്കണം കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെ. ഡിപ്പാർച്ചേഴ്സ് നമുക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് നല്ലൊരു ഓട്ടോറിക്ഷ വാങ്ങണം. ഞാൻ ഇവിടെ ഓടിച്ചുകൊണ്ട് നടന്ന പോലത്തെ കളറിലെ ഒരു ഓട്ടോറിക്ഷ കിട്ടുമോ എന്നുള്ളതൊന്ന് നോക്കണം. എനിക്കത് സുവനീറായിട്ട് വെക്കാനായിട്ട്. ഓട്ടോറിക്ഷ മാഗ്നറ്റ് ഞാൻ ഇതിനു മുമ്പ് വാങ്ങിച്ചാണ്. പക്ഷേ എനിക്ക് നല്ലൊരു ഓട്ടോറിക്ഷ വേണം ശരിക്കും നമ്മുടെ അലമാരിക്കകത്ത് വയ്ക്കാൻ. നമ്മളിവിടെ നിന്ന് കൊച്ചിക്ക് പോകുന്നത് ബിസിനസ് ക്ലാസ്സിലാണ്. വലിയ കാര്യമൊന്നുമില്ല, എന്താ പറയുക, ഒരു അപ്ഗ്രേഡ് കിട്ടിയപ്പോഴത്തേക്കിനും അങ്ങ് വാങ്ങിച്ചു എന്നുള്ളതേ ഉള്ളൂ. സോ നമുക്കിവിടെ ക്യൂ ഒന്നും നിൽക്കാതെ നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.
ബിസിനസ് ക്ലാസ് ചെക്ക് ഇൻ വിത്ത് റെഡ് കാർപ്പറ്റ്. ഓ വാവ്, അത് പൊളിച്ച്. ഇവിടെ ഭയങ്കര തിരക്കാന്ന് നോക്കി, രാവിലെ ഭയങ്കര തിരക്കായിരിക്കും ഈ സമയത്ത് ചെക്ക് ഇൻ ചെയ്യാനായിട്ട്, കൊച്ചി ഫ്ലൈറ്റിൻ്റെ സമയത്ത്. കാരണം ഇവിടെ നിന്ന് ഇഷ്ടംപോലെ വിമാനങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ എനിക്ക് ഇതിനു മുമ്പ് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഇതാണ് നമ്മുടെ ബോർഡിംഗ് പാസ്, റെഡ് കളറിലെ ബോർഡിംഗ് പാസ് വിത്ത് ലൗഞ്ച് ഇൻവിറ്റേഷൻ. ഇവിടെ കുറേ കടകളുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് റെഡ് കളറിലെ ടുക്ക് കിട്ടാനില്ല എന്നുള്ളതാണ്. ബുദ്ധിസ്റ്റ് സെൻ്ററൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അടിപൊളി. ഒത്തിരി സുവനീർ ഷോപ്പുകളുണ്ട് കേട്ടോ ഇതിനകത്ത്, കുറേ സുവനീർ ഷോപ്പ്. അതേ ഇരിക്കുന്ന ടുക്ക്, ഇത് കൊള്ളാലോ. ഇത് തൽക്കാലം ഇത് വാങ്ങിക്കാം, ഇതേ ഉള്ളൂ. നാട്ടിൽ വരുമ്പോൾ തേയില വാങ്ങിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. പ്രത്യേകം ഇവിടുത്തെ സിലോൺ ടീ അമ്മയ്ക്ക് ഭയങ്കര എന്താ പറയുക, കേട്ട വീഡിയോയിൽ കണ്ടപ്പോൾ പോലെ അമ്മയ്ക്ക് അത് വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. സോ ഇവിടെ തേയില വയ്ക്കുന്ന കുറേ കടകളുണ്ട് എയർപോർട്ടിനകത്ത്. സോ നമുക്ക് കുറച്ച് ടീ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോവാം. അങ്ങനെ ചായപ്പൊടിയും ഗ്രീൻ ടീയും കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കഴിച്ചു. അമ്മയ്ക്ക് വേണം, ഭയങ്കര വിലയാണ്. ഗ്രീൻ ടീ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ്. നമ്മൾ നാട്ടിലെ ചായപ്പൊടി വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വിലയാണ്. ഇവിടെ സെറൻഡിപ്പ് ലോഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് ശ്രീലങ്കൻ എയർലൈൻസിൻ്റെ ഒരു ലോഞ്ച് ഉണ്ട്, ബൈ ഇൻവിറ്റേഷൻ ഓൺലി എന്നും പറഞ്ഞുകൊണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ കാണാനായിട്ട്. സോ ലെറ്റ്സ് ഗോ. സമയമൊന്നുമില്ല എന്നാലും ഇത് അടിപൊളിയാണല്ലോ. ഞാനിവിടെ ലോഞ്ചിൽ വന്നപ്പോഴത്തേക്കിനും കിട്ടിയ ഒരു വാർത്തയാണ്, എൻ്റെ ഫ്ലൈറ്റ് ഡിലേഡ് ടിൽ 10:30. അതായത് എൻ്റെ ഫ്ലൈറ്റ് രാവിലെ 8 മണിക്ക് പോകണ്ടായിരുന്നു, 2.5 മണിക്കൂർ ഡിലേ ആയിരുന്നു. കട്ട പോസ്റ്റ്. സമയം രാവിലെ 6:45 ആയതേ ഉള്ളൂ. 7:45, 8:45, 9:45, 3 മണിക്കൂർ, ഓൾമോസ്റ്റ് 4 മണിക്കൂർ ഇവിടെ പോസ്റ്റ്. ഒരു രക്ഷയില്ല, പണിപ്പാളി. ടർക്കിഷ് എയർലൈൻസിൻ്റെ വിമാനം കിടക്കുന്നുണ്ടോ. ഇവിടെ നിന്ന് തുർക്കിയിലേക്ക്, ഇസ്താൻബുളിലേക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റൊക്കെ ഉണ്ട് ടർക്കിഷ് എയർലൈൻസിൻ്റെ. നോക്കി, അപ്പോൾ ഇതാണ് ലോഞ്ചിൽ ഇവിടെ നമുക്ക് വിമാനമൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. പിന്നെ അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശ്രീലങ്കൻ്റെ ഈ ഒരു ലോഞ്ച് അടിപൊളി ഒരു ലോഞ്ച്. അവിടെ എന്തോരം ഫുഡ് ഉണ്ടെന്നറിയാമോ. ഫുഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ട്. ഇത് പാൻ കേക്ക്, പീസ, പിന്നെ ഹാഷ് ബ്രൗൺസ്, ചിക്കൻ സോസേജസ്, അതുകൊണ്ട് മാറ്റി വെച്ചു. ഇനിയാണ് നമ്മുടെ മെയിൻ ഫുഡ് വരുന്നത്, ശ്രീലങ്കൻ സാധനങ്ങൾ. ഇത് കണ്ടോ, ഇത് ഇവരുടെ ഫിഷാണ്. ഒരു കിട്ട്, നമ്മുടെ ഫിഷ് ഫ്രൈ എന്നൊക്കെ പറയുന്നത് ഇവരുടെ ഫിഷ് ഫ്രൈ ആണ്, കിട്ടിലെ സാധനമാണ്. പിന്നെ ഇത് ശ്രീലങ്കൻ ചിക്കൻ കറി, അതും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് സാമ്പാർ, അത് പരിപ്പാണല്ലോ മൊത്തം, പരിപ്പിട്ട സാമ്പാർ. പിന്നെ കോക്കനട്ട് ചട്നി, പിന്നെ ഇഡ്ഡലി ഉണ്ട്, പിന്നെ ഇവരുടെ പൊൾറൊട്ടി ഉണ്ട്. പിന്നെ ഈ സാധനമൊക്കെ ഭയങ്കര ടേസ്റ്റാട്ടോ, ഉള്ളിച്ചമ്മന്തിയാണത്. പിന്നെ ഇത് വേറൊരു സംഭവം, നമ്മുടെ എന്തോ ഒരു ടൈപ്പ് ഓഫ് അപ്പം. പിന്നെ ഇവിടെ ഡ്രിങ്ക്സും അതും ഇതൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട്. ഞാനങ്ങനെ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നു നോക്കി. ഇഡ്ഡലി, ചിക്കൻ കറി, ചമ്മന്തി, പിന്നെ മറ്റേ സാധനം കണ്ടെന്താണെന്നറിയോ, എൻ്റെ ക്യാമറ ഈ ചിക്കൻ കറിക്കകത്ത് വീണതാണ്. എനിക്ക് ചിക്കൻ കറി ഇവിടെ എല്ലാം തെറിച്ച് വീണു, ക്യാമറ ചിക്കൻ കറിക്കകത്ത് വീണു. ഞാൻ പിന്നെ ക്യാമറ പിന്നെ കഴുകാവുന്ന ക്യാമറ ആയതുകൊണ്ട് ഞാൻ പിന്നെ ബാത്റൂമിൽ പോയിട്ട് പൈപ്പിൻ്റെ അടി പിടിച്ച് ക്യാമറ നല്ലപോലെ കഴുകി. പിന്നെ ക്യാമറ വേണ്ട ചിക്കൻ കറി ഞാൻ കഴിക്കാൻ പോവാം. ഇലക്ഷൻ ചൂടിൽ വന്ന കരിക്കും കണ്ടുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കഴിക്കാൻ പോവാണ്. എന്തെങ്കിലും സംഭവം ശ്രീലങ്കൻ ഫുഡ് എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ ഞാൻ യാത്ര ചെയ്ത രാജ്യങ്ങളിൽ ചൈന കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്രീലങ്കയിലെ ഫുഡാണ്. വീട്ടിലെ ഫുഡല്ല. ഇഡ്ഡലിയൊക്കെ സ്പൂണും വെച്ചത് കയ്യിലാൻ തോന്നുന്നില്ല രാവിലെ. ഒരു ചിക്കൻ കറി കൊള്ളാട്ടോ, ടേസ്റ്റ് ഉണ്ട്. മറ്റേ സാധനമില്ലേ, അത് കോക്കനട്ട് മിൽക്കൊക്കെ വെച്ചുണ്ടാക്കിയ സാധനം, അതും കൊള്ളാം. വെറൈറ്റി സാധനങ്ങൾ. നമ്മുടെ ബോർഡിങ് ആരംഭിക്കുകയാണ്. റിമോട്ട് ഗേറ്റ് ആണ്. റിമോട്ട് ഗേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ബസ്സിൽ കയറി പോകണം. ലേറ്റായി ഗൈസ്. എനിക്കാണെങ്കിൽ ഇന്ന് കൊച്ചിയിൽ ചെന്നിട്ട് കണ്ണൂരിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതും ലേറ്റ് ആവും. റഷ്യൻ വിമാനമായിട്ടുള്ള എയറോഫ്ലോട്ട് കിടക്കുന്നുണ്ട്. എയറോഫ്ലോട്ട് മറ്റേ ബോയിങ് 777 വിമാനമാണ്. ആൾക്കാരൊക്കെ വിമാനത്തിൽ കയറിയെന്ന് തോന്നുന്നു. നമുക്ക് സ്പെഷ്യൽ ബസ്സൊക്കെ ഉണ്ട്, കണ്ടില്ലേ, സ്പെഷ്യൽ ബസ്. എൻ്റെ കയ്യിലാണെങ്കിൽ കുറെ കവറും അത് ഓക്കെ, താങ്ക് യു. പൊന്നെ, 1 മണിക്കൂറുള്ള വിമാനത്തിൽ വരെ ഇവർ എന്താ പറയുക, ഷാമ്പെയിനൊക്കെയാണ് വെൽക്കം ഡ്രിങ്ക് കൊടുക്കുന്നത്. എനിക്ക് ഷാമ്പെയിനും ജ്യൂസും പിരകളൊക്കെ ഉണ്ടായിരുന്നു.
മെനു കാർഡ് കൊണ്ട് തന്നിട്ടുണ്ട്. എക്കണോമിയിൽ ഒരു സ്നാക്കാണ് കിട്ടുന്നത്. ഇതിനകത്ത് തന്നെ അവരുടെയൊന്നും അറിയത്തില്ല. വലിയൊരു പില്ലോ ഒക്കെ വെച്ചിട്ടുണ്ട്. നൈസാണല്ലോ, അടിപൊളിയാട്ടോ ഇത്. നല്ല കിട്ടിയിലും സീറ്റ് നോക്കിക്കോ, അടിപൊളി സീറ്റ്, നല്ല വീതിയുള്ള സീറ്റ്. ലെഗ് റെസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ലെഗ് റെസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ മറ്റേ ഡിസ്പ്ലേ ഉണ്ട്, ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ട്. ഇത് പൊന്നു, നൈസ് ഗൈസ്, അടിപൊളി. ചിക്കൻ സ്ക്യൂർ സെർവ്ഡ് വിത്ത് സോഫ്റ്റ് ചീസ് സാൻഡ്വിച്ച്, ഹോട്ട് സ്നാക്ക്. എന്താണ് സാൻഡ്വിച്ചോ? എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ വേണ്ട. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്. വെജിറ്റബിൾ സ്ക്യൂർ വിത്ത് ചിക്കൻ സ്ക്യൂർ സെർവ്ഡ് വിത്ത് സോഫ്റ്റ് ചീസ് സാൻഡ്വിച്ച്. അപ്പോൾ വാങ്ങിച്ചു നോക്കാം അല്ലേ, കൊണ്ടുവരുന്നതല്ലേ, എന്താ കരുതാൻ നോക്കാം. എക്കണോമിയിലും ബിസിനസ്സിൽ എന്താ ഇവർ തരുന്നത് നോക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള തീരുമാനിക്കാം. ടീ, ചായ. Vegetarian. Yeah, you can give me something. Yeah, 55 minutes fine. yeah, I can give me that. Yeah. 65 മിനിറ്റേ ഉള്ളൂ. ഇത് 1 മണിക്കൂറുള്ളൂ. ഒറ്റ മണിക്കൂറുള്ള ഫ്ലൈറ്റ്. From Colombo to Kochi. My name is Sudhita Pesekara and I'm a captain on this flight this morning with my first officer, Ranga Nambuvasan, cabin manager Sean Fernando, and the rest of my crew. We warmly welcome you on board. First of all, do apologize for this delayed departure out of Colombo. This is due to the fact that we were waiting for this aircraft to return from Kuala Lumpur. Saying that we have tried to minimize the delay out of Colombo and we are trying to fly into Kochi as soon as possible. കോലംബൂരിൽ വരുന്ന ഫ്ലൈറ്റ് ഡിലേ ആയി, അതാ പറ്റിപ്പോയത്. இவ்விமானத்துக்கு உங்களை அன்புடன் வரவேற்கின்றோம். விசேடமாக எம்முடன் அடிக்கடி பயணம் செய்கின்ற எமது ஃப்ளை ஸ்மைல்ஸ் மற்றும் ஒன் வேர்ல்ட் பயணிகளை மனமகிழ்வுடன் வரவேற்கின்றோம். இன்னும் சற்று நேரத்தில் நாம் புறப்பட தயாராக உள்ளோம். உங்கள் பயண பொதிகளை உங்கள் ஆசனத்துக்கு மேல் உள்ள பகுதியில் அல்லது உங்களுக்கு முன்னால் உள்ள ஆசனத்துக்கு கீழே வைத்துக் கொள்ளுமாறு தாழ்மையுடன் கேட்டுக்கொள்கிறோம். பாதுகாப்பு விதிமுறைகளுக்கு அமைய எலக்ட்ரானிக் സാധനങ്ങൾ ചില സമയത്ത് എയറിന്റെ എക്സ്പ്രസ് കേൾക്കാം. കേട്ടുകൊള്ളുகின்றோம். ഇതിന്റെ സീറ്റിന്റെ ചാരി കേട്ടോ, എത്രത്തോളം ഉണ്ടെന്ന് നോക്കി. ഇത്ര ചാരിയിടാം, അത് ഭയങ്കര കേട്ടോ. ഇത്രയും ഇതല്ലോ, ഇതാണ് അതിന്റെ ആംഗിള്. ഇത്രയും ചാരും. വാവ് മാൻ, ഇത് എയറിന്റെ കാട്ടി അടിപൊളി കേട്ടോ. ചെറിയ ഒരു ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും അവര് എത്ര അടിപൊളിയായിട്ടാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് നോക്ക്. ഒരു ഫുൾ മീൽ കൊടുക്കുന്ന പോലെ തന്നെ ട്രെയിനിൽ ചവലൊക്കെ ഇട്ട് അതിൻ്റെ മേളിൽ ഒരു പ്ലേറ്റിൽ, നല്ല ചൂട് പ്ലേറ്റ്, ഇത് ഇതേപോലെ വെച്ച് ചൂടാക്കിയതാണ്. ഒരു സാൻഡ്വിച്ച്, ചിക്കൻ സ്ക്യൂവേഴ്സ്, പിന്നെ ഹോട്ട് ആൻഡ് ഗാർലിക് സോസ്, പിന്നെ കട്ട് ഫ്രൂട്ട്സ്, ചായം തരും. കൊള്ളാം ഗൈസ്. കലൂർ സ്റ്റേഡിയം, അതിൻ്റെ അപ്പുറത്ത് എൻ്റെ വീട്. എൻ്റെ വീട് ഇവിടെ ഇവിടെ ഇതേ ഫ്ലാറ്റ്, നമ്മുടെ ഫ്ലാറ്റ് കണ്ടോ, ഞാൻ കാണുന്ന നമ്മുടെ ഫ്ലാറ്റ് ഗൈസ്, നമ്മുടെ ഫ്ലാറ്റ്. ഇത് ചുറ്റിക്കറങ്ങി കലൂർ സ്റ്റേഡിയത്തിൻ്റെ മേളിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. അടിപൊളി. എറണാകുളം മൊത്തം ഒരു സീനിക് ഏരിയൽ ടൂർ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെൽക്കം ബാക്ക് ടു കൊച്ചി.